തഞ്ചാവൂരിൽ ഞെട്ടിക്കുന്ന ഒരു സംഭവം നടന്നിട്ടുണ്ട്. അതിന്റെ വിശദാംശത്തിലേക്കാണ്. വിവാഹാഭ്യർത്ഥന നിരസിച്ചതിന് അധ്യാപികയെ കുത്തിക്കൊലപ്പെടുത്തി. ക്ലാസ് റൂമിൽ പഠിപ്പിക്കുന്നതിനിടെയാണ് അരുംകൊല. മുഹമ്മദ് റഹീസ് വിവരങ്ങളുമായി. മുഹമ്മദ്, ഏറെ ഞെട്ടലുണ്ടാക്കുന്ന ഒരു വാർത്തയാണ്. കുട്ടികളുടെ മുന്നിലാണ് അധ്യാപികയെ കുത്തിക്കൊലപ്പെടുത്തിയത്. വിവരങ്ങൾ. തമിഴ്നാട്ടിലെ തഞ്ചാവൂരിൽ വിവാഹാഭ്യർത്ഥന നിരസിച്ചതിന് അധ്യാപികയെ കുത്തിക്കൊലപ്പെടുത്തി. ക്ലാസ് എടുക്കുന്നതിനിടെ കുട്ടികളുടെ മുന്നിൽ വച്ചായിരുന്നു ഈ അരുംകൊല. വിവാഹാഭ്യർത്ഥന നിരസിച്ചു എന്നുള്ളതാണ്. റഹീസ്, പറയൂ. അനുജ, മല്ലിപ്പട്ടണം സ്വദേശിയായിട്ടുള്ള രമണി, 26 വയസ്സുള്ള അധ്യാപികയാണ് ഇന്ന് രാവിലെയോടുകൂടി തഞ്ചാവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കൊല്ലപ്പെട്ടത്. മല്ലിപ്പട്ടണം സ്വദേശി തന്നെ ആയിട്ടുള്ള മദൻ എന്നയാളാണ് അധ്യാപികയെ കൊന്നത്. ഇന്ന് രാവിലെയോടുകൂടി ക്ലാസ് മുറിയിലേക്ക് കത്തിയുമായി ഇരച്ചെത്തി അധ്യാപികയുടെ കഴുത്തിൽ കുത്തിയാണ് ഇയാൾ കൊലപ്പെടുത്തുന്നത്. ശേഷം ഇയാൾ കത്തി ഉപേക്ഷിച്ച് അവിടെ നിന്ന് ഓടാൻ ശ്രമിച്ചെങ്കിലും അവിടെ ഉണ്ടായിരുന്ന അധ്യാപകരും മറ്റ് സ്കൂൾ അധികൃതരും ഒക്കെ ചേർന്ന് ഇയാളെ പിടിച്ചു വെച്ച് പോലീസിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. മദൻ എന്തായാലും ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുള്ളത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറെ നാളായി ഈ അധ്യാപികയെ ഇയാൾ ശല്യം ചെയ്യുന്നുണ്ടായിരുന്നു. ഈ പ്രതി കുറെ നാളായി അധ്യാപികയ്ക്ക് പിന്നിൽ വിവാഹാഭ്യർത്ഥനയുമായി നടക്കുന്നുണ്ടായിരുന്നു. ശേഷം ഒരു തവണ ഇയാളുടെ വീട്ടുകാരെ അധ്യാപികയുടെ വീട്ടിലേക്ക് വിട്ടതാണ്. അപ്പോഴും ഈ വീട്ടുകാർക്കോ അല്ലെങ്കിൽ അധ്യാപികയ്ക്കോ ഇയാളെ കല്യാണം കഴിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. അത് അയാളോട് പറയുകയും ശേഷം ഇയാളുടെ ഈ മദന്റെ ബന്ധുക്കളും ഒപ്പം തന്നെ സുഹൃത്തുക്കളും ഒക്കെ ഇനി ടീച്ചറിന് പിന്നാലെ നടക്കരുത് എന്നുള്ളൊരു വാർണിംഗ് ഇയാൾക്ക് നൽകിയതുമാണ്. പക്ഷേ ഇയാൾ ഇന്നലെ വൈകിട്ടും ഈ അധ്യാപികയെ കാണാൻ എത്തിയിരുന്നു. രമണിയും മദനും തമ്മിൽ സംസാരിക്കുന്നത് ചിലർ കണ്ടു. അത് ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. മദനോട് പിന്നാലെ നടക്കരുത് എന്ന് നേരത്തെ പറഞ്ഞിട്ടുള്ള ചിലർ ഇത് ചോദ്യം ചെയ്യുകയും ചെയ്തു. ഇതിന് പിന്നാലെ ഉണ്ടായ ഒരു പകയിൽ നിന്നാണ് ഇന്ന് രാവിലെ സ്കൂളിലേക്ക് ഇരച്ചെത്തുകയും അധ്യാപികയുടെ കഴുത്തിൽ തന്നെ കുത്തുകയും ചെയ്തത്. ഇയാൾ കത്തിയുമായി കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് എത്തിയത്. അധ്യാപിക ക്ലാസ് മുറിയിൽ വെച്ച് തന്നെ കൊല്ലപ്പെട്ടിരുന്നു. ശേഷം ആശുപത്രിയിലേക്ക് ഇവരെ കൊണ്ടുപോയിട്ടുണ്ട്. എന്തായാലും സംഭവത്തിൽ ഒരു സർക്കാർ സ്കൂളിലാണ് ഇത്തരത്തിലൊരു അപകടം നടന്നത് എന്നുള്ളത് ഗവൺമെന്റിനെയും പ്രതിക്കൂട്ടിൽ നിർത്തുന്നുണ്ട്. മതിയായ സുരക്ഷ സ്കൂളിൽ നൽകിയിട്ടില്ല. ഒപ്പം വിദ്യാർത്ഥികളുടെ മുന്നിൽ വെച്ച് ഒരു അധ്യാപിക കൊല്ലപ്പെടുന്നു, അതും ഇത്തരത്തിൽ ക്ലാസ്സിൽ വെച്ച് ക്ലാസ് പഠനം നടന്നുകൊണ്ടിരിക്കെ കൊല്ലപ്പെടുന്നു എന്നുള്ളത് സർക്കാരിനും തിരിച്ചടിയാണ്. സംഭവത്തിൽ എന്തായാലും കർശന നടപടി ഉണ്ടാകും. തഞ്ചാവൂരിലാണ് വിവാഹാഭ്യർത്ഥന നിരസിച്ചതിന് അധ്യാപികയെ കുത്തിക്കൊലപ്പെടുത്തിയത്. മല്ലിപ്പട്ടണം സ്വദേശി രമണിയെയാണ് ഈ തരത്തിലേക്ക് ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയത്.